കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. 1 സാമുവേലിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: അവൻ്റെ പുത്രന്മാർ അവൻ്റെ വഴിയിൽ നടക്കാതെ ദുരാഹികളായി കൈക്കൂലി വാങ്ങി ന്യായം മറിച്ചു വന്നു എന്ന് കാണുന്നു. പ്രിയമായ ദൈവമക്കൾ, നമുക്ക് ശമൂവേൽ പ്രവാചകനെ കുറിച്ചറിയാം. അന്ന് ഇസ്രായേലിലെ നല്ലൊരു ന്യായപാലകനായിരുന്നു ഈ ശമൂവേൽ. എല്ലാവർക്കും നീതിന്യായം ചെയ്യുന്നതിൽ, കർത്താവിൻ്റെ വാക്ക് കേട്ടനുസരിക്കുന്നതിൽ ശമൂവേലിനെ പോലെ ഒരു പ്രവാചകൻ അന്ന് ആ ദേശത്തിലില്ലായിരുന്നു. പ്രിയ ദൈവമക്കളെ, ആ ശമൂവേലിന് വയസ്സായപ്പോൾ ന്യായം വിസ്താരിക്കുവാൻ, എല്ലാവരെയും അങ്ങനെ വിസ്താരിക്കുവാൻ തനിക്ക് ആരോഗ്യ പ്രശ്നം ആയതുകൊണ്ട് തൻ്റെ പുത്രന്മാരെ ആ സ്ഥാനത്തേക്ക് ന്യായം പാലനം ചെയ്യുവാനായിട്ട് നിർത്തി. പക്ഷേ തൻ്റെ പുത്രന്മാർ പണത്തിന് കൊതിച്ചിട്ട് കൈക്കൂലി വാങ്ങിക്കൊണ്ട് ന്യായങ്ങളെ മാറ്റിമറിച്ച് കളഞ്ഞു. അപ്പോൾ അങ്ങനെ ജനത്തിൻ്റെ ഇടയിൽ വളരെ ഒരു ബുദ്ധിമുട്ടുണ്ടായി. പ്രിയ ദൈവമക്കളെ, ഇന്ന് നാം ലോകത്തിൽ നോക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ്. ദൈവമക്കളായി ദൈവത്തിന് വേണ്ടി രാപ്പകൽ അധ്വാനിക്കുന്ന ദൈവദാസന്മാരുടെ മക്കൾ ഇന്ന് ദൈവ വഴിയിലല്ല. അവർ തന്നിഷ്ടക്കാരായി, സ്വാർത്ഥരായി, തനിക്ക് തോന്നിയതുപോലെ നടക്കുകയാണ്. പ്രിയമായ ദൈവമക്കളെ, അപ്പോൾ അതേപോലെ തന്നെ ക്രിസ്ത്യാനികളിരിക്കുന്ന പലരും കൈക്കൂലി വാങ്ങിക്കൊണ്ട് ന്യായങ്ങളെ മറിച്ചു കളയുന്ന, അല്ലെങ്കിൽ നീതികേട് ചെയ്യുന്ന ഒരു തലമുറയിലേക്ക് നാം വന്നെത്തിയിരിക്കുന്നു. പ്രിയമായ ദൈവമക്കളെ, നാം ഇന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ തലമുറകൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. കാര്യമെന്ന് വെച്ചാൽ അവർ അല്ലെങ്കിൽ ഈ അഴിഞ്ഞു പോകുന്ന ലോക സൗകര്യങ്ങൾക്കായിട്ട്, അല്ലെങ്കിൽ കുറേ പണത്തിനായിട്ട് ന്യായങ്ങളെ മറിച്ച് ശരിക്കും ഒരു ന്യായപാലനം ചെയ്യാതെ നീതികേടുകൾ ചെയ്യുന്ന തലമുറയുടെ മധ്യയിലാണ് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. പ്രിയമായ ദൈവമക്കളെ, നാം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. നാം ഈ ലോകത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ ദൈവ ജോലി ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ നീതിന്യായമായി നടക്കുമ്പോൾ, നമ്മുടെ തലമുറകളും അതിൻവണ്ണം വരുവാൻ തക്കവണ്ണം, അവരെ പിശാച് വഞ്ചിക്കാതെ വണ്ണം നാം അവർക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, അന്ത്യകാലഘട്ടത്തിൽ ഞങ്ങൾ അടുത്തിരിക്കുമ്പോൾ ഞങ്ങളുടെ തലമുറകൾ വഷളത്വം പെരുത്ത് തന്നിഷ്ടക്കാരായി സ്വാർത്ഥരായി നടക്കുമ്പോൾ, നീതിന്യായങ്ങളെ അവർ മറിച്ച് കളയുമ്പോൾ, നമ്മുടെ പൈതങ്ങൾ കർത്താവെ ആ കൂട്ടത്തിലായി കർത്താവിൻ്റെ കോപം വരുത്തി വയ്ക്കാതെ ദൈവത്തിന് വേണ്ടി നന്മ ചെയ്ത് ജീവിപ്പാൻ ഓരോരുത്തർക്കും കൃപ നൽകണമേ. ഞങ്ങളുടെ തലമുറകളെ കർത്താവെ അങ്ങ് അനുഗ്രഹിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.